ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ JBH ഫ്രൈഡേ യൂട്യൂബ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്ക അല്ലെങ്കിൽ USA, നമുക്ക് ഏറ്റവും കേട്ടുപരിചയമുള്ള ഒരു രാജ്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് JBH ഫ്രൈഡേ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഡോക്ടർ ജോസഫ് തരകൻ സാർ തന്നെയാണ്. സാറ് എൻ്റെ ഇപ്രാവശ്യത്തെ നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ബുക്കുകൾ വരെ ഇന്ന് ആമസോണിൽ നമുക്കിന്ന് അവൈലബിൾ ആണ് സാറിൻ്റെ. അപ്പോൾ നമുക്കിന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് അമേരിക്കയുടെ സാധ്യതകൾ എന്തെല്ലാം, US-ൻ്റെ സാധ്യതകൾ എന്തെല്ലാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ജോസഫ് സാറിനെ വളരെ സ്നേഹപൂർവ്വം ഈ വീഡിയോ. താങ്ക് യു ബിജു സാർ. അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു രാജ്യം, ഇന്ത്യയിൽ നിന്നായാലും ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്ന ഒരു രാജ്യം. പക്ഷേ കേരളത്തിലെ സിനാരിയോ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ USA ഒരു ബൂമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? US ആക്ച്വലി ആദ്യം മുതലേ തന്നെ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സിൽ നമ്പർ 1 ആണ്. ഒരു പക്ഷേ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ മൊത്തം ഒരു കൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 17% സ്റ്റുഡൻസും US-ലാണ് പോയി പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ പോപ്പുലറായിട്ട് ഇന്ന് നമ്മൾ പറയപ്പെടുന്ന കാനഡ അല്ലെങ്കിൽ UK എന്നീ സ്ഥലങ്ങളിലൊക്കെ യഥാക്രമം 11ഉം 10% ഇന്ത്യൻ സ്റ്റുഡൻസാണ് വിദേശത്ത് പോയി പഠിക്കുന്നതെങ്കിൽ 17% ഇന്ത്യൻ സ്റ്റുഡൻസ് വിദേശത്ത് പോയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്പേഴ്സ് അത്ര അധികമല്ല. അപ്പം നമ്മളതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായതെന്ന് വെച്ചെങ്കിൽ ഒരു പക്ഷേ US-ൽ ഈ പറഞ്ഞ പോലെ വളരെ അധികം ഫീസ് ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ കാരണമാണ് ഈ പറയുന്ന പോലെ പല കുട്ടികളും US-ൽ പ്രിഫർ ചെയ്യാണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ നമ്മൾ US-ഉം നമ്മൾ കാനഡയും ഓസ്ട്രേലിയയും UK-യും എല്ലാം ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ കമ്പാരിസൺ എടുത്ത് നോക്കിയപ്പം US ഇസ് നോട്ട് ദാറ്റ് വെരി എക്സ്പെൻസീവ്. കാരണം ആക്ച്വലി നമ്മൾ ഓസ്ട്രേലിയ ചെയ്യുന്ന ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് US-ൻ്റെ റേറ്റും വരുന്നത്. അപ്പോൾ US-ൻ്റെ ട്യൂഷൻ ഫീസ് വളരെ അധികം എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല US സ്കോളർഷിപ്പും അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ സ്റ്റുഡൻസ് കൊടുക്കുന്ന ഫീസ് ഈ പറയുന്ന ഒരു പക്ഷേ ഓസ്ട്രേലിയയിലും UK-യിലും ഒക്കെ ഫീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് US-ൽ പോയി പഠിക്കാവുന്നതേ ഉള്ളൂ. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫീസിൻ്റെ വയബിലിറ്റി സാർ പറയുന്നുണ്ട്. പക്ഷേ കുട്ടികൾ ശരിക്കും നോക്കുന്നത് ഇവിടുത്തെ ഒരു സ്റ്റേ ബാക്ക് ഓപ്ഷൻസ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവിടെ ചെന്നിട്ട് സെറ്റിൽഡ് ആവാനുള്ള ഓപ്ഷൻസ് കൂടി നോക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഒക്കെ അതിനെക്കുറിച്ചും പലപ്പോഴും കൺഫ്യൂഷൻസ് പറയുന്നതുകൊണ്ടാണ് എന്നെ എടുത്ത് ചോദിക്കുന്നത്. അതെങ്ങനെയാണ് കുട്ടികൾക്ക് അവൈലബിൾ ആക്കാൻ പറ്റും? സ്റ്റേ ബാക്ക് ആക്ച്വലി കുറച്ചുകൂടിയും ഈസിയറാണ്. മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ US-ൽ സ്റ്റേ ബാക്ക് ഈസിയറാണ്. കാരണം ഇപ്പോൾ UK-യിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി വിസ കിട്ടുന്നു, 1 വർഷത്തെ 2 സ്റ്റഡി വിസ കിട്ടുന്നു. ആ കോഴ്സ് കംപ്ലീഷന് ശേഷമാണ് നമുക്ക് ഈ പറയുന്ന സ്റ്റേ ബാക്കിൻ്റെ വിസ കിട്ടുന്നത്. പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്നുള്ള പേരിൽ കിട്ടുന്നത് നമ്മളുടെ സ്റ്റഡി വിസയുടെ ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. US-ൽ നേരെ തിരിച്ചാണ്. നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത വിസ കിട്ടുമ്പോൾ തന്നെ സ്റ്റേ ബാക്ക് ഉൾപ്പെടെയുള്ള വിസയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 5 വർഷത്തേക്കുള്ള വിസ നമുക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേ ബാക്കിന് വീണ്ടും വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നില്ല. അതിലൊരു ചെറിയൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചെങ്കിൽ US-ൽ നമ്മൾ സ്റ്റേ ബാക്ക് എന്നുള്ള ഒരു ടെർമിനോളജിക്ക് പകരമായിട്ട് അവർ ഉപയോഗിക്കുന്നത് OPT എന്നാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒപ്റ്റിമം ട്രെയിനിങ് പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ സംഭവമാണ് OPT. അപ്പോൾ അത് ഓരോ വർഷവും റിന്യൂ ചെയ്യാം. 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തെ OPT എടുക്കാം. അത് 2ാമത്തെ വർഷത്തേക്ക് റിന്യൂ ചെയ്യാം, 3 വർഷം റിന്യൂ ചെയ്യാം. അങ്ങനെ 3 വർഷത്തേക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് OPT എന്ന് പറയുന്നത്. ആ സ്റ്റേ ബാക്ക് പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കോളേജിൻ്റെ വിസയിൽ തന്നെ, യൂണിവേഴ്സിറ്റി വിസയിൽ തന്നെ നമുക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന സ്റ്റേ ബാക്കിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചെങ്കിൽ STEM പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. STEM പ്രോഗ്രാമുകൾ എടുക്കുകയാണെങ്കിൽ 3 വർഷത്തെ OPT നമുക്ക് കിട്ടുന്നതാണ്. അതേസമയത്ത് നമുക്ക് നോൺ STEM പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ 1 വർഷത്തെ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കാരണം STEM എന്ന് പറയുന്നത് എന്താണെന്ന് STEM സിമ്പിളാണ്. അത് ബേസിക്കലി അവർ നോക്കുന്നത് വെച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ സയൻസ് പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികളാണ് അവർ ആഗ്രഹിക്കുന്നത്. STEM-ൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് തന്നെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്. ഈ സ്ട്രീമിലുള്ള സബ്ജക്റ്റ് പഠിക്കാനായിട്ടായിരിക്കും നമ്മൾ US-ൽ പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് STEM-ൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇതിൽ നമുക്കറിയാം പല മാനേജ്മെൻറ്റ് കോഴ്സുകളും STEM-ൽ വരുന്നതല്ല, പല ഹ്യൂമാനിറ്റീസ് കോഴ്സുകളും STEM-ൽ വരുന്നതല്ല. പക്ഷേ അമേരിക്കൻ യൂണിവേഴ്സിറ്റി സ്മാർട്ട്. അപ്പം അവരെന്ത് ചെയ്തിട്ടില്ലെങ്കിൽ മിക്കവാറും എല്ലാ ഈ പറഞ്ഞ നോൺ STEM പ്രോഗ്രാമിനകത്തും 1 or 2 സബ്ജക്റ്റുകൾ അവർ ഈ പറഞ്ഞ പോലെ ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മാത്സ് ബേസ്ഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം മുഴുവനായിട്ട് STEM ആയി മാറിക്കഴിഞ്ഞു.
അപ്പോൾ നമ്മൾ മാനേജ്മെന്റ് പഠിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിലും എന്ത് കോഴ്സ് പഠിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിലും STEM പ്രോഗ്രാം ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യെസ്, അപ്പോൾ STEM പ്രോഗ്രാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണ്. അപ്പോൾ അതുണ്ടെങ്കിലാണ് കുട്ടികൾക്ക് സ്റ്റാബാക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റാബാക്ക് 3 വർഷത്തേക്കെങ്കിലും കിട്ടുന്ന പ്രോഗ്രാമായിട്ട് മാറാൻ പറ്റുന്നത്. അത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോഴും ഒക്കെ അവർ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. JBA ഫ്ലൈ എനിക്ക് തോന്നുന്നു അത് നോക്കിക്കൊണ്ട് തന്നെയാണ് കുട്ടികളെ. നമ്മളിവിടെ നിന്ന് പരമാവധി എല്ലാ കുട്ടികളും STEM പ്രോഗ്രാം മാത്രമേ വിടുന്നുള്ളൂ. കാരണം അവർക്ക് മാക്സിമം ഒരു സ്റ്റാബാക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട് STEM പ്രോഗ്രാം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ കുട്ടികളും വിടുന്നത്. പിന്നെ നമ്മൾ കാണുന്നതാണ് ഇവർക്ക് ചിലപ്പോൾ പലരും എൻട്രൻസുകൾ അല്ലെങ്കിൽ അവിടത്തുള്ളൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയില്ലേ, നമ്മൾ US വേണ്ടി വളരെ പ്ലാനിങ് വേണമെന്നൊക്കെ പറയുന്നു. അതാണോ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണ്, ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടിയാണ്, അവർക്ക് അങ്ങനെ വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിനൊക്കെയുള്ള പോകാനുള്ള സാധ്യതകളുണ്ടോ? സാറിൻ്റെ അഭിപ്രായം എന്താണ്? US വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ലൈക്ക് GRE, GMAT, SAT പോലത്തെ ഈ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ US അധികം ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളും അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് GREയും GMATും SATും ഒന്നുമില്ലാതെ തന്നെ US യൂണിവേഴ്സിറ്റികൾ നമുക്ക് അഡ്മിഷൻ തരുന്നുണ്ട്. എന്നിരുന്നാലും ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരിപ്പോഴും ഈ പറഞ്ഞ GRE, GMAT ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഹൈ എൻഡ് യൂണിവേഴ്സിറ്റിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ MIT പോലത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് പോകുമ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പോകുന്ന നമ്മളുടെ സ്ഥാപനം നൽകി പോകുന്ന കുട്ടികൾ ഇപ്പോൾ കാലിഫോർണിയയിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂയോർക്കിലേക്ക് പോകുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് സാധാരണക്ക് ഈ പറയുന്ന GRE, GMATിൻ്റെ അല്ലെങ്കിൽ SATിൻ്റെയോ ആവശ്യം വരാറില്ല. എത്ര പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ IELTS ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറയാം. US ബേസിക്കലി ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് അല്ല. എങ്കിലും ഒരു 60% മാർക്കുള്ള കുട്ടികളെയാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ പ്രിഫർ ചെയ്യുന്നത്. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ 2-3% മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. IELTSും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 6 മിനിമം പറയുന്നത്. എങ്കിലും നമ്മളൊരു 6, 6.5 എന്നൊക്കെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഇവരുടെ വിസയുടെ സമയത്ത് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് IELTSലൊക്കെ അത്യാവശ്യം പ്രാവീണ്യം ഉണ്ടെങ്കിലാണ് ഇവരുടെ ഈ വിസ സക്സസ് റേറ്റ് ഒക്കെ നന്നായിരിക്കുക. USന്റെ യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റിയുടെ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും വേവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എങ്കിലും മിനിമം IELTS 6 എങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം. അതെ, ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും നമ്മൾ കേട്ടിരിക്കുന്നത് ഭയങ്കര ഫീസും സ്കോളർഷിപ്സ് ഒക്കെ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ ഏകദേശം എത്രയ്ക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമോ? ഇന്നിപ്പോൾ നമ്മൾ പുറത്തേക്ക് പഠിക്കാൻ പോകുമ്പോൾ കുട്ടികൾ അതൊക്കെയാണല്ലോ, അല്ലെങ്കിൽ പാരൻസ് ഒക്കെ ചെക്ക് ചെയ്യണ പാർട്ട്. നമ്മളൊരു കുട്ടീനെ ഇവിടെ പറഞ്ഞയക്കുമ്പോൾ എത്ര നാൾ കൊണ്ട് സെറ്റിൽഡ് ആവും? അതെ, സാറിൻ്റെ അഭിപ്രായത്തിൽ അതെന്താണ്? അത് ഫീസോ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതകളും അത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ച് എന്താണ് പറയുക? അതെ, ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഇത് ഫീസ് വളരെ കൂടുതലാണ് എന്നുള്ളത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു പക്ഷേ 12 ലക്ഷം രൂപയ്ക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് US പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ US പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഫീസ് നോക്കുന്നതിനൊപ്പം തന്നെ അതിലേക്ക് ആവശ്യമുള്ള ക്രെഡിറ്റ്സും ആവശ്യം നോക്കും. ഒരു 30 ക്രെഡിറ്റ് പോയിന്റ്സ് ഒക്കെയാണ് അവർ ആക്ച്വലി നമ്മളുടെ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിൽ ഇനഫ് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് ഉണ്ടോന്നും കൂടി നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പൈസ മാത്രം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വളരെ ചെറിയ UG പ്രോഗ്രാമിലോ അല്ലെങ്കിൽ PGക്ക് ഒക്കെ നമുക്ക് ഡിപ്ലോമ പ്രോഗ്രാം കിട്ടിയെന്ന് വരാം. പക്ഷേ അതിൽ ക്രെഡിറ്റ്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ 30 ക്രെഡിറ്റ്സ് എങ്കിലും ഉള്ള പ്രോഗ്രാംസ് നോക്കണം. അത് 12 ലക്ഷം രൂപ മുതൽ അവൈലബിൾ ആണ്. ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്ന ഏത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലും നമുക്ക് ഈ പറഞ്ഞ 12 ലക്ഷം കിട്ടാന്നുള്ളതിന് ബുദ്ധിമുട്ടായിരിക്കേണ്ട സമയമാണ്. 15 ലക്ഷം, 16 ലക്ഷം, 18 ലക്ഷം കൊടുക്കുന്ന പല ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. 12 ലക്ഷം മുതലൊക്കെ നമുക്ക് ഫീസ് കിട്ടാമെങ്കിൽ വളരെ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ട്യൂഷൻ ഫീസാണ് US നമുക്ക് ഓഫർ ചെയ്ത് തുടങ്ങുന്നത്. ഓബിയസ്ലി ഇത് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ഫീകളാണ് പറയുന്നത്. മിക്കവാറും യൂണിവേഴ്സിറ്റികളൊക്കെ ഒരു 2-3 ലക്ഷമൊക്കെ സ്കോളർഷിപ്പുകൾ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. ഇനി മുഴുവൻ സ്കോളർഷിപ്പ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്ക് അത്രയും IELTSലും സ്കോർ വേണം, അക്കാഡമിക്കും സ്കോർ വേണം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അതർ ആക്ടിവിറ്റീസ് ലൈക്ക് നമ്മളുടെ ചാരിറ്റി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബുക്ക് പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ നമുക്ക് ഈ പറയുന്ന നല്ലോണം സ്കോളർഷിപ്പുകൾ കിട്ടും. പക്ഷേ അതിനൊക്കെ ആയിട്ട് നല്ലോണം നമ്മൾ അങ്ങനത്തെ ഫുൾ സ്കോളർഷിപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെങ്കിലും എഫർട്ട് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അതെ, അപ്പോൾ JBA ഫ്ലൈ വേണമെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അതിനുള്ള അഡ്വൈസ് കൊടുത്തുകൊണ്ട് തന്നെ സ്കോളർഷിപ്പുകൾ എങ്ങനെ അറ്റൈൻ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കാനും തയ്യാറാണ്. ഇപ്പോൾ കഴിഞ്ഞവർക്കും IELTS ഉണ്ടെങ്കിൽ അല്ലേ, നല്ല മാർക്ക് IELTSൽ വിടാൻ സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം മിനിമം മാർക്ക് ഉണ്ടെങ്കിലും ഈ ഇൻടേക്കുകളിലേക്ക് പ്രധാനമായിട്ടും വരുന്ന ഇൻടേക്കുകൾ ഏതാണ് സാർ? പ്രധാനമായിട്ടും ഈ പറയുന്ന സ്പ്രിംഗും ഫോളിന് തന്നെയാണ്. അതായത് നമ്മുടെ ജനുവരി,
ഫെബ്രുവരി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ 2 ഇൻടേക്കുകളാണ് പ്രധാനമായിട്ട് ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പം US പല യൂണിവേഴ്സിറ്റികളും ഈ പറഞ്ഞ പോലെ 3 ഇൻടേക്കുകൾ അല്ലെങ്കിൽ 4 ഇൻടേക്കുകൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, അതായത് നമുക്ക് എല്ലാ 3 മാസം കൂടുമ്പോഴും നമുക്ക് ഇൻടേക്ക് തരുന്ന യൂണിവേഴ്സിറ്റികളും വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എങ്കിലും വലിയ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂണിവേഴ്സിറ്റികൾ എല്ലാ കോഴ്സും നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഈ ജനുവരി ഫെബ്രുവരി അല്ലാതെ നമുക്കൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നുള്ള സമയം നോക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാനായിട്ട്. റെഗുലറായിട്ട് പറഞ്ഞ് ഈ 2 ഇൻടേക്കാണുള്ളത്, അല്ലാതെയും ഇൻടേക്കുകൾ US അവൈലബിൾ ആണ്. ഓക്കെ, സാർ പറഞ്ഞത് എനിക്ക് മനസ്സിലായത് വലിയ രാജ്യം, അതെ, ഏകദേശം ഒത്തിരി അധികം യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ ഒരു 4500-ലധികം യൂണിവേഴ്സിറ്റികൾ, ഇത്രയധികം കോഴ്സ് ഓപ്ഷൻസ്. അപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ച്, ഒരു ഗാർഡിയനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെ സെലക്ട് ചെയ്യാം, അതായത് ഈ സ്റ്റേറ്റിൽ ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. JB ജിഫ്ലൈക്ക് എങ്ങനെ സാറിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? കുട്ടികളെ ഒന്ന് ഗൈഡ് ചെയ്യണ്ടേ, നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ എന്താണ് സാറിൻ്റെ അഭിപ്രായം? അതെ, അമേരിക്ക വലിയ രാജ്യമാണ്, ധാരാളം പോപ്പുലേഷനുള്ള രാജ്യമാണ്, എല്ലാ യൂണിവേഴ്സിറ്റികളും വലിയ യൂണിവേഴ്സിറ്റികളാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ സെലക്ഷൻ എന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൽട്ടാണ്. നമ്മളത് എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ള 2-3 കണ്ടീഷൻസ് അല്ലെങ്കിൽ 2-3 ഒരു പോയിന്റ്സ് എനിക്ക് വെക്കാൻ പറ്റുന്നത് വെച്ചെങ്കിൽ, ഒന്ന് അതിൻ്റെ വേൾഡ് റാങ്കിങ് നോക്കുക എന്നുള്ളത് തന്നെയാണ് ആസ് യൂഷ്വൽ ചെയ്യേണ്ടത്. 2 നമ്മുടെ ബന്ധുക്കൾ, റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ചെക്ക് പോയിന്റ് ആണ് നമുക്ക്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റിക്ക് എത്രമാത്രം യോജിച്ച ഒരു സ്റ്റേറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ തീരുമാനിക്കാൻ പറ്റും. ഈ ലൊക്കേഷൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഇന്ന സ്ഥലത്തുണ്ടോ നോക്കുക എന്നുള്ളതാണ്. US എല്ലാം വലിയ യൂണിവേഴ്സിറ്റിയിലായിട്ടുള്ളത് തന്നെ മിക്കവാറും എല്ലാ കോഴ്സുകളും അവിടെ അവൈലബിൾ ആണ്. ഇപ്പം കഴിഞ്ഞ തവണ ഞാൻ നോക്കുന്ന സമയത്ത് ഹെയർ കട്ടിങ്ങിന്റെ ഒരു കോഴ്സ് ഞാൻ കണ്ടു, 4 വർഷത്തെ ബാച്ചിലേഴ്സ് കോഴ്സ് ഹെയർ കട്ടിങ്ങിന് കണ്ടു. അതുപോലെ നമ്മുടെ സ്ലോട്ടറിങ്, നമ്മളുടെ ഈ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഇതിൻ്റെയൊക്കെ സ്ലോട്ടറിങ്ങിൽ അതിൻ്റെ ഓരോ മസിൽസ് പഠിപ്പിക്കുന്ന ബാച്ചിലേഴ്സ് കോഴ്സുകളും മാസ്റ്റേഴ്സ് കോഴ്സുകളും US ഉണ്ട്. അപ്പോൾ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിലും അമേരിക്കയിൽ കോഴ്സുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ വഴിയില്ല. അതെ, ഇതിൽ നമ്മൾ സ്റ്റേറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് 50 സ്റ്റേറ്റ് US ഉണ്ട്. അപ്പോൾ ഈ 50 സ്റ്റേറ്റിലും ഇത് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല, കാരണം വളരെ വലിയ രാജ്യമാണ്. ആൻഡ് എല്ലാ സ്റ്റേറ്റുകളും ഓരോ രാജ്യങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഓരോ സ്റ്റേറ്റുകളാണ്. എങ്കിലും സ്റ്റുഡൻസിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് നമുക്ക് ഇപ്പോഴും വരുന്നത് ന്യൂയോർക്ക് തന്നെയാണ്. ഒരു പക്ഷേ അമേരിക്കയിൽ തന്നെ ഒരു കമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ന്യൂയോർക്കിലേക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് കുട്ടികളുടെ വരുന്നത്. നമ്മൾ ന്യൂയോർക്കിലേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം അവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, SUNY എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ക്വീൻസ് കോളേജ് ഉണ്ട്, ഈ സെൻറ്റ് മേരീസ് കോളേജ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളും കോളേജസും ആണ്. ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ന്യൂയോർക്ക്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ UK ലണ്ടൻ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ന്യൂയോർക്ക് എക്സ്പെൻസീവ് ആണ്, അവിടുത്തെ കോളേജുകളും എക്സ്പെൻസീവ് ആണ്, അവിടുത്തെ ലിവിങ് എക്സ്പെൻസും കുറച്ച് കൂടുതലാണ്. അപ്പം നമുക്ക് അവിടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ഉണ്ട്, അവരെ വീട്ടിൽ താമസിച്ച് പഠിക്കാന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂയോർക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് വരാം. ന്യൂയോർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് കാലിഫോർണിയയാണ്, സ്റ്റേറ്റ് കാലിഫോർണിയയാണ്. നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഹോളിവുഡൊക്കെ ഇരിക്കുന്ന എവിടെയാണെന്നുള്ളത് കാലിഫോർണിയയിലാണ് ഉള്ളത്. അതേപോലെ തന്നെ ലാസ് വെഗാസ് എന്നുള്ള ഒരു വലിയൊരു സിറ്റി ഉള്ളത് അവിടെയാണ്. കാസിനോസിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ്. പിന്നെ നമ്മളുടെയൊക്കെ ഹോളിവുഡ് ആയിട്ടുള്ള ഒരു മെയിൻ ആക്ടർ ആർണോൾഡ് ഷ്വാസ്നഗർ, അയാളാണ് ഇപ്പോൾ അവിടുത്തെ ഗവർണറായിട്ടുള്ളത്. അപ്പോൾ കാലിഫോർണിയ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാലിഫോർണിയയിലെ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, റിവേഴ്സൈഡ് എന്ന് പറയുന്നതൊക്കെ വലിയ യൂണിവേഴ്സിറ്റികളാണ്, ധാരാളം കുട്ടികൾ ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ അവിടുത്തെ എഡ്യൂക്കേഷനും വളരെ നല്ലതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സജസ്റ്റ് ചെയ്യാനുള്ളത് പെൻസിൽവേനിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണ്. അവിടുത്തെ അൽവേർണിയ യൂണിവേഴ്സിറ്റി. ഇവിടെ നമുക്ക് വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ അവർ നമുക്ക് എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ഇപ്പോൾ പെൻസിൽവേനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ പോലെ നമ്മളുടെ കുറേ ഈ CMI അച്ഛന്മാരുടെ കുറേ സ്ഥാപനങ്ങളൊക്കെ അവിടെ ഉള്ളതാണ്. അവരൊക്കെ ആയിട്ട് വളരെയധികം ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല റിലേഷൻഷിപ്സ് ഉണ്ട്. അപ്പം അവിടെ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നത് ടെക്സാസ് എന്ന് പറഞ്ഞൊരു ലൊക്കേഷനാണ്. ടെക്സാസ് ഈ പറഞ്ഞ പോലെ US തന്നെ ഒരു ഡിഫറെൻറ്റ് കൾച്ചർ, കൗബോയ്സിൻ്റെ ഒക്കെ കൾച്ചർ കാണുന്ന ഒരു സ്ഥലമാണ് ടെക്സാസ് എന്ന് പറയുന്നത്. നമ്മുടെ ധാരാളം ഇന്ത്യൻസ്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസ് ധാരാളം ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ മലയാളി കമ്മ്യൂണിറ്റി ഉള്ളത് അവിടെയാണോ എന്ന് വരെ ഞാൻ സംശയിക്കുന്നു. അത്രയും നല്ല ഒരു സ്റ്റേറ്റ് ആണ്. നമ്മുടെ ആൾക്കാർ വളരെ പെട്ടെന്ന് സെറ്റിൽ ഡൗൺ ആവുന്ന ഒരു സ്ഥലം കൂടിയാണ് ടെക്സാസ് എന്ന് പറയുന്നത്. അത് അമേരിക്കയുടെ തന്നെ സദേൺ പാർട്ടിൽ വരുന്നൊരു ലൊക്കേഷനും കൂടിയാണ്.
കുറേയൊക്കെ മെക്സിക്കൻസിനും അവിടേക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു അമേരിക്കൻ കൾച്ചറിനെക്കാട്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു കൾച്ചറാണ് അവിടെ ഉള്ളത്. നമ്മുടെ ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കൾച്ചറും കൂടിയാണ് അവിടെ വരുന്നത്. പിന്നീട് വരുന്നത് ഫ്ലോറിഡ എന്ന് പറഞ്ഞ സംഭവമാണ്. ഫ്ലോറിഡ അമേരിക്കയിലത്തെ തന്നെ ഏറ്റവും ഒരു നിറയെ ബീച്ചുകളൊക്കെ ആയിട്ട് നമ്മുടെ മയാമി ബീച്ച് എന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വരുന്നത് ഈ ഫ്ലോറിഡയിലാണ് വരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ലോങ് ബീച്ചുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന നമ്മളുടെ ഫ്ലോറിഡ എന്ന് പറയുന്നത്. ഫ്ലോറിഡയിൽ വേറെ പ്രത്യേകത കൂടിയുണ്ട്. US എല്ലാവരും ടാക്സ് വളരെ കൂടുതലാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫ്ലോറിഡയിൽ ഒരു ടാക്സ് മേടിക്കുന്നില്ല. ഇൻകം ടാക്സ് നമ്മളൊന്നും മേടിക്കുന്നില്ല. കാരണം അമേരിക്കയിലത്തെ സിസ്റ്റം തന്നെ അങ്ങനെയാണ്. പല സ്റ്റേറ്റിനും അവരുടേതായ തീരുമാനം എടുക്കാൻ പറ്റും. ഇലക്ഷൻ പോലും അങ്ങനെയാണ്, പല സ്റ്റേറ്റിനും ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ സ്റ്റേറ്റിൽ അവർ ഈ പറഞ്ഞ ടാക്സിന്റെ കാര്യത്തിൽ വളരെ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ടാക്സ് മേടിക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അമേരിക്കയിൽ തന്നെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ റിലാക്സേഷന് പോകുന്ന സ്ഥലങ്ങളാണ്. കുറെ കോട്ടേജുകൾ, കുറെ റിസോർട്ട് സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാത്രമല്ല അവിടെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാസയുടെ ഒക്കെ മെയിൻ ഓഫീസ് ഇരിക്കുന്ന അവിടെയാണ് ഇരിക്കുന്നത്, ഫ്ലോറിഡയിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ടെസ്ല, ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് മൂവ് വരുന്ന ടെസ്ല കാറുകൾ, അതിൻ്റെ സ്പേസ് എക്സ്, ഇതിൻ്റെ ഒക്കെ ഓഫീസിൽ വരുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്ലോറിഡയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം അവിടെ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒബ്വിയസ്ലി ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അവിടേക്ക് ധൈര്യമായിട്ട് പോവാം. അവിടെ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ജീവിതം നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മൾ അമേരിക്കയിൽ പോയി നമ്മൾ ഏതെങ്കിലും ഒരു മരുഭൂമിയിലൊന്നുമല്ല പോകുന്നത്. നമ്മൾ ഏറ്റവും പ്രൈം ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. അവിടെ നല്ല യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ പറഞ്ഞ പോലെ നോർത്തേൺ ഫ്ലോറിഡ പോലത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ എക്സലന്റ് ആയിട്ടുള്ള ക്വാളിറ്റി നമുക്ക് ഓഫർ ചെയ്ത യൂണിവേഴ്സിറ്റികളാണ്. അതുപോലെ സെന്റ് ലിയോ പോലത്തെ യൂണിവേഴ്സിറ്റികളുണ്ട്. യൂണിവേഴ്സിറ്റികളുടെ കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ അമേരിക്ക വളരെ റിച്ച് ആണ്. ധാരാളം നമുക്ക് എവിടെ പോയാലും യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. നമ്മൾ നല്ല ലൊക്കേഷൻ ചൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സജഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിഡ ആയിരിക്കും ദ ബെസ്റ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ ഒരുപക്ഷെ കാലിഫോർണിയ ആയിരിക്കാം. യെസ്, സാറ് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഫ്ലോറിഡയെ കുറിച്ചിട്ട് ഇത്രയധികം നമ്മളിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു എല്ലാ ഇൻഡസ്ട്രീസും ഉള്ള സ്ഥലം, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുന്നു, പഠിക്കുന്നതോടൊപ്പം ജോലി ചെയ്യുന്നു, സ്റ്റാ ബാക്ക് ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലി, ആ പാർട്ട് ടൈം നമുക്കിപ്പോൾ എന്താ പറയുക, അതിനെക്കുറിച്ചും സാർ എങ്ങനെയാണ് ഫ്ലോറിഡയിലെ ചാൻസ് പറയുന്ന പോലെ തന്നെ അവിടുത്തെ ക്രൈറ്റീരിയാസ് എന്താണ്, എങ്ങനെയാണ് അത് അവൈലബിൾ ആവുന്നത്? അല്ല, US സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ പാർട്ട് ടൈമിൻ്റെ സമയത്ത് കുട്ടികൾക്ക് ജോലി ചെയ്യാം. 20 hours ആണ് അവർക്ക് പഠിക്കുന്ന സമയത്ത് ജോലി ചെയ്യാൻ പറ്റുന്നത് പെർ വീക്കിൽ. കോളേജ് ഇല്ലാത്ത സമയത്ത് അവർക്ക് 40 hours പെർ വീക്കിൽ വർക്ക് ചെയ്യാം. മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഫെസിലിറ്റീസ് US കൊടുക്കുന്നുണ്ട്. വേറൊരു ആഡ് അഡ്വാൻറ്റേജ് ഉള്ളതെങ്കിൽ US കോളേജുകൾ അല്ലെങ്കിൽ ക്യാമ്പസുകളൊക്കെ വലിയ ക്യാമ്പസുകളാണ്. ഓരോ ക്യാമ്പസിൽ 60,000 കുട്ടികളുടെ അടുത്തൊക്കെയാണ് ഏകദേശം ഒരു ക്യാമ്പസിലുള്ള കുട്ടികൾ, വലിയ ക്യാമ്പസുകളാണ്. അപ്പം അവിടെ ഓബിയസ്ലി അറിയാലോ, അമേരിക്കൻസിനും പഠിക്കണം. അവരും ധാരാളം വലിയ പോപ്പുലേഷനുള്ള 33 കോടി ജനങ്ങൾ അമേരിക്കൻസ് മാത്രമുണ്ട്. അപ്പോൾ അവർക്കും പഠിക്കാനുള്ള കോളേജുകളാണ്. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 25-30% റേഞ്ചിലാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ധാരാളം ഉണ്ട്. ഈ പറഞ്ഞ ക്യാമ്പസുകളിലൊക്കെ ലൈക്ക് ഇൻ ക്യാമ്പസ് ജോബ്സും ധാരാളം അവൈലബിൾ ആണ്. അതായത് അവിടുത്തെ ലൈബ്രറി അല്ലെങ്കിൽ അവിടുത്തെ ജിമ്മ്, അവിടുത്തെ ഈ പറയുന്ന ഫുട്ബോൾ കോച്ചിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെയും ധാരാളം ജോലികൾ അവർക്ക് അവൈലബിൾ ആണ്. പ്ലസ് അവർക്ക് ക്യാമ്പസിന് പുറത്തും ജോലികൾ അവൈലബിൾ ആണ്. അപ്പോൾ ജോലിക്കായിട്ട് ഒരു പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെ ക്യാമ്പസിനകത്തുള്ള ജോലികൾ തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ ക്യാമ്പസിന് പുറത്ത് പോയിട്ട് ജോലി നോക്കേണ്ട കാര്യങ്ങളുള്ളൂ. ജോലികൾ ധാരാളം അതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട്. അതെ, അതുപോലെ തന്നെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു, അതൊരു ബാച്ചലർ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ കഴിയുന്ന കുട്ടിയാണെന്നൊക്കെ വിചാരിക്കും. അവർക്കുള്ള ജോലി സാധ്യത സാറ് പറയുന്ന പോലെ ജോലി കിട്ടാനും എളുപ്പമാണോ, അല്ലെങ്കിൽ അവരുടെ വിസ ആ ഇതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇവർക്ക് വിസ ഓൾറെഡി 5 വർഷത്തേക്ക് വിസയുണ്ട്. വിസയ്ക്ക് വലിയ ചാലഞ്ചുകളൊന്നുമില്ല. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മിക്കവാറും ഈ പറഞ്ഞ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് അവസാനത്തെ സെമസ്റ്റർ ആവുന്ന സമയത്ത് ഇവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെയാണ് മിക്കവാറും എല്ലാ കുട്ടികളും ജോലിയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ കുറച്ച് യൂണിവേഴ്സിറ്റി സൂചിപ്പിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, അതിൽ നോർത്തേൺ ഫ്ലോറിഡ പോലത്തെ യൂണിവേഴ്സിറ്റികൾ, അതല്ലാന്നുണ്ടെങ്കിൽ ന്യൂയോർക്കിലത്തെ SUNY സണ്ണി യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്ലേസ്മെന്റ് സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്ലേസ്മെന്റ് റേഷ്യോ നോക്കുക. പ്ലേസ്മെന്റ് റേഷ്യോ നല്ല സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പസ് നേരിട്ട് നിങ്ങൾക്ക് പ്ലേസ്മെന്റിലേക്ക് കിട്ടും. നിങ്ങൾക്ക് OPT കിട്ടാനും സ്റ്റേ ബാക്കിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യാനൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. US ജോലികൾ ധാരാളം ഉണ്ട്. US ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വലിയ രാജ്യമാണ്, 33 കോടി ജനങ്ങളുടെ രാജ്യമാണ്. അപ്പോൾ അവിടെ ജോലികളും ധാരാളം ഉണ്ട്. പക്ഷേ നമുക്കാരും നമ്മുടെ കയ്യിലേക്കാരും ജോലി കൊണ്ടുവച്ച് തരില്ല. വി ഹാവ് ടു ഗോ ഫോർ ദ ഇന്റർവ്യൂ. നമുക്ക് ഇന്റർവ്യൂ പാസ് ആവണം, നമുക്ക് എലിജിബിലിറ്റി ഉണ്ടാവണം, ക്വാളിറ്റി ഉണ്ടാവണം, IELTS ഉണ്ടാവണം. ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ജോലി ഉള്ള രാജ്യമാണ്. ഇറ്റ്സ് അപ് ടു യു ടു ഗോ ആൻഡ് ഗ്രാബ് ദ ജോബ്. അതെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള US എത്താനും ഉള്ള എല്ലാ അസിസ്റ്റൻസും JB ജുഫ്രയുടെ പാർട്ടിയിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്?
യെസ്, അമേരിക്ക ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ലോകത്തിന്റെ തന്നെ ഡ്രീം ഡെസ്റ്റിനേഷൻ അമേരിക്ക എന്ന് പറയുന്നത്. മെൽറ്റിംഗ് പോട്ട് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നതും അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ യു എസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ആൾക്കാരെല്ലാം ജെന്യുവൻ ആണോ എന്നുള്ളത് വിസ ഓഫീസർക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് വിസ എന്നുള്ളത് കുറച്ച് ഒരു ചലഞ്ചിങ് ആണ് യു എസിൻ്റെ കേസിൽ. അപ്പോൾ നമ്മളുടെ കേസിൽ നമ്മൾ ചെയ്യുന്നത് എജുഫ്ലൈ എന്നുള്ള സ്ഥാപനം ചെയ്യുന്നതെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിന് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ യൂണിവേഴ്സിറ്റികൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജിൻ്റെ, ഇപ്പോൾ IELTS ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും യു എസിലേക്ക് പോകാൻ പറ്റും ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ IELTS കൂടി ചെയ്ത് കൊടുക്കുന്നത് അവർക്ക് ആവശ്യമുള്ള ഇൻ്റർവ്യൂ ട്രെയിനിങ്ങുകൾ, ലാംഗ്വേജ് പ്രൊഫഷൻസി ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അവരുടെ SOP നല്ല രീതിയിൽ എഴുതി കൊടുക്കാനുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ വയബിലിറ്റി, ഈ പറഞ്ഞ പോലെ ഇവർക്ക് ആവശ്യമുള്ള ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവരുടെ ആവശ്യമുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടുകൾ, ബാങ്കായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, പിന്നെ എഡ്യൂക്കേഷൻ ലോണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എജുഫ്ലൈ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ബിജു സാർ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കേസിൽ ഒരു എക്സ്പെർട്ടാണെന്ന് എനിക്കറിയാം. സാറ് തന്നെയായിരിക്കും എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയാൻ പറ്റുന്ന ഒരാളെന്ന് തോന്നുന്നു എനിക്ക്. അത് നമുക്കറിയാം നമ്മുടെ JBHFIനെ സംബന്ധിച്ച് ഓരോ വർഷവും ഒത്തിരി രാജ്യങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുപോലെ തന്നെ ബാങ്കുകളായിട്ട് നല്ല ബന്ധം നമ്മൾ പുലർത്തുന്നുണ്ട്. കുട്ടികൾക്ക് അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം തന്നെ. അതിൽ ഫിനാൻസിൻ്റെ പാർട്ട് എസ്പെഷ്യലി US-നായാലും അവരുടെയൊക്കെ ഫിനാൻഷ്യലി ഒരു ലോൺ എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയുള്ള എല്ലാ അസിസ്റ്റൻസും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ US-ലേക്ക് 100% വേണമെങ്കിൽ ലോൺ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. കുട്ടികൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ JBHFI ഏതൊരു സമയത്തും എല്ലാ കുട്ടികളുടെ ഒപ്പം നിൽക്കാറുണ്ട്. അതുകൊണ്ട് അതിനുള്ള സപ്പോർട്ട് തരാൻ ഞങ്ങൾ തയ്യാറാണ്. അത് മാത്രമല്ല, അതിൽ US-ലാണെന്നുണ്ടെങ്കിൽ വിസ കിട്ടിയിട്ട് മാത്രമേ പൈസ US-ലേക്ക് ഫീസ് അടച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ മാനേജേഴ്സിന് ഹാപ്പിയാണ്. ഈ പറഞ്ഞ പോലെ റിസ്ക് ഒന്നുമില്ല, അവർക്ക് വിസ കിട്ടിയതിന് ശേഷം മാത്രം കോളേജിൽ ഫീസ് അടച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് തന്നെ US-ലേക്കുള്ള ലോണിന്റെ പ്രോസസ് വളരെ വളരെ ഈസിയാണ്. നിങ്ങളുടെ ഇന്റർവ്യൂ പാർട്ട് നിങ്ങൾ സ്ട്രോങ് ഇനഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിന് ഞങ്ങൾ ട്രെയിനിങ് തരാൻ തയ്യാറാണ്. അതാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആഫ്റ്റർ വിസ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയിട്ടാണ് US. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് ഇതുവരെ ഇത്രയും സമയം US-നെ കുറിച്ച് വളരെ നല്ല രീതിയിൽ നമുക്കുള്ള ഒത്തിരി ഇൻഫർമേഷൻസ്, സ്റ്റാർട്ടിങ് ഫ്രം ഹൗ ടു ചൂസ് ദ പ്രോഗ്രാംസ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ, ഏതൊക്കെ സ്റ്റേറ്റ്, അതിലത്തെ ബെസ്റ്റ് സ്റ്റേറ്റ് എവിടെ, ഫിനാൻഷ്യൽ സൊല്യൂഷൻ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ജോസഫ് സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. യെസ്, വെൽക്കം ടു JBHFI. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നിന്ന് അവിടെ എത്തുന്ന അക്കോമഡേഷൻ പാർട്ട് മുതൽ അല്ലേ എല്ലാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. താങ്ക് യു ജോസഫ് സാർ ഫോർ സ്പെൻഡിങ്. താങ്ക് യു. താങ്ക് യു.